ചെറുപ്പത്തില് യങ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു US ഒന്ന് വിസിറ്റ് ചെയ്യണം. പക്ഷെ ലേറ്റർ ഓൺ അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല. കാരണം ദുബായിലും ഖത്താറിലും ഒക്കെ ജീവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് വാസ് ഗുഡ്. അവിടെ അത് നമുക്ക് ഇറ്റ് വാസ് സംതിങ് ഡിഫറെന്റ്. അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് മോൻ ഇവിടെ വന്നു. അവൻ 2022 വന്നു, പഠിക്കാൻ വന്നു. അത് കഴിഞ്ഞിട്ട് അവനിപ്പോ ജോലി അല്ല, ഞങ്ങളുടെ 2 പിള്ളേരെയും ഒരു കാര്യത്തിന് ഞങ്ങൾ ഫോഴ്സ് ചെയ്യത്തില്ലായിരുന്നു. They themselves chose their career, the job. അവർ തന്നെത്താനെ എല്ലാം ചെയ്യും. പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടുപേരും. അങ്ങനെ അവന് ഇവിടെ പഠിച്ചു. ആക്ച്വലി അവന് കോൺവെക്കേഷന് ഞങ്ങളെ കൊണ്ടുവരണമെന്നായിരുന്നു. അവന്റെ കോൺവെക്കേഷൻ 2023 പക്ഷെ ഞാൻ എന്റെ ഐ ഡിഡ് എ മിസ്റ്റേക്ക്. ദോഹയിലുള്ളപ്പോ ഐ നെവർ അപ്ലൈഡ് ഫോർ US വിസ. അവിടെ എളുപ്പത്തിൽ കിട്ടിയാണ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മെയിൻ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഈ ലോങ് ജേർണി അതെന്തോ ഒരു ടെൻഷനായിരുന്നു. ഒരു ലോങ് ജേർണി. കാരണം നാട്ടില് 4 മണിക്ക് പോകുന്ന ദോഹയെന്നും ദുബായ് 4 മണിക്കൂർ തന്നെ എനിക്കൊരു ഇറിറ്റേറ്റഡ് ആയിരുന്നു. അപ്പൊ ഞാൻ സ്ട്രെസ്ഫുൾ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഇത്രയും പോകണമെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലെങ്ങനെ ട്രാവൽ ചെയ്യും അങ്ങനെ ഒരു ഡ്രീം ഒന്നും ഇല്ലായിരുന്നു. ഒന്നാമത് എനിക്ക് കാല് വയ്യാത്ത, ആക്സിഡന്റ് ഉണ്ടായി കാല് വയ്യാത്തതുകൊണ്ട് അതിൽ നിന്നിട്ട് ഇരിക്കാനൊക്കെ തന്നെ സ്വെല്ലിങ്സ് ഒക്കെ വരും. വൈഫ് അത് മറന്നു. പക്ഷെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അവൻ അവിടെ പോയി വി നീഡ് ടു അറ്റ്ലീസ്റ്റ് ഗോ ആൻഡ് വിസിറ്റ് ഹിം. പിന്നെ ആ രാജ്യം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് നാട്ടിൽ വന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. 1 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. മെഡ്രാസിലാണ് കിട്ടിയത്. 1 വർഷം കഴിഞ്ഞ് ഇപ്പൊ അത് ഇച്ചിരി ഫാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. 1 ഇയർ ഇട്ടു. ബാക്ക്ലോഗ് ഉണ്ടെന്ന് പറയുന്നു. അവിടെ ഞങ്ങള് ഇന്റർവ്യൂവിന് പോയത് മെഡ്രാസിലായിരുന്നു. അവര് ചോദിച്ച ഡോക്യുമെന്റ്സ് എല്ലാം അവര് കൊടുത്തു. ഫോർ അസ് ഇറ്റ് വാസ് എ വെരി ഒരു കേക്ക് വോക്ക് ആയിരുന്നു. കാരണം എന്റെ അടുത്ത് 3 ചോദ്യം ചോദിച്ചല്ലോ അവര്. ഞാനെന്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. സാറിന്റെ ഹസ്ബൻഡും വൈഫിന്റെ അടുത്തും ചോദിക്കുന്നത്. ദേ ആർ ജസ്റ്റ് 3 questions വിത്ത് മീ. 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ എന്റെ പാസ്പോർട്ട് വാങ്ങിച്ചു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി അപ്രൂവൽ ഇറ്റ് വിൽ ബി ഇഷ്യൂഡ് എന്ന്. പിന്നെ എനിക്ക് തോന്നുന്നൊരു 2 or 3 weeks കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പാസ്പോർട്ട് ഞങ്ങളുടെ ഏജന്റ് കളക്ട് ചെയ്ത് കൊണ്ടു തന്നു. അപ്പം അപ്പോഴും ഞങ്ങൾ പ്ലാൻ ഇല്ല വരണമെന്ന്. ദെൻ സഡൻലി മോൻ പറഞ്ഞു നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. ക്രിസ്മസ് ടൈമിന് വരണം എന്ന് പറഞ്ഞു. We are not prepared mentally. But she wanted to come basically. ഞാൻ പുറകെ നിൽക്കുമായിരുന്നു. മോൾ എന്നെ വിളിച്ച് ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്തു. അങ്ങനെ പോണമെന്ന് പറഞ്ഞു. And we said okay, we'll go. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. We came here on December 13th. അത് എന്റെ മോൻ എന്തോ എന്ന് വെച്ചാൽ ഈ found the shortest route ജേർണിക്ക് 21 hours or 22 hours എടുത്തുള്ളൂ ഞങ്ങൾ വരാനായിട്ട്. വി കെയിം ആ ഫ്ലൈറ്റ് വന്നതുകൊണ്ട് ഇറ്റ് വാസ് കംഫർട്ടബിൾ ആയിരുന്നു. വലിയ പ്രയാസമില്ല. ഇവിടെ വന്നു ദൂരങ്ങൾ നടത്തി. വി വെന്റ് ടു ദ CSI ചർച്ച് ഹിയർ. അങ്ങനെ ഞങ്ങൾ ശനിയെ കണ്ടു. ഇല്ല, എനിക്ക് ഫേസ് വാസ് ദേർ ഇൻ മൈ മൈൻഡ്. ഫേസ് ഉണ്ടായിരുന്നു. പക്ഷെ ആക്സിഡന്റുമായിട്ട് നടക്കുന്ന കണ്ടപ്പോ എനിക്ക് ക്ലിക്ക് ചെയ്തു ഇത് ഉണ്ടാകും. പിന്നെ പ്രജിത്ത് ഞാൻ കണ്ടായിരുന്നു. കണ്ടായിരുന്നു. പുള്ളി അടുത്ത് വന്നപ്പോ എനിക്ക് ബിക്കോസ് നിങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ട് മോർ ദാൻ 10-14 വർഷമായി. ബട്ട് ഇറ്റ് ക്ലിക്ക്. അങ്ങനെ ഇറ്റ് വാസ് എ സർപ്രൈസ് മീറ്റിംഗ് യു ഓൾ ഹിയർ. പക്ഷെ ഇറ്റ് വാസ് ക്ലിക്ക് ചെയ്തു. പിന്നെ ഞങ്ങള് ചർച്ച് വാസ് സൂപ്പർ ചർച്ച്. ഒരു ഇത്ര ഹ്യൂജ് ആയിട്ടുള്ള ചർച്ച് ജീവിതത്തിലെ ഫസ്റ്റ് ടൈം ഐ സീയിങ് സച്ച് എ ഹ്യൂജ് ചർച്ച്. ആൻഡ് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വി മെറ്റ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. എല്ലാവരും വന്ന് സംസാരിച്ചു. അതൊരു ആഡഡ് പ്ലഷർ ആയിരുന്നു. എല്ലാവരുമായിട്ട് ആൻഡ് വി ആർ ഹാപ്പി ദാറ്റ് വി മേഡ് ദ ഡിസിഷൻ ടു വിസിറ്റ് ഹിയർ. പിന്നെ most probably we'll be leaving by February.
അങ്കിള് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ പറ്റി നമുക്ക് പണ്ട് മുതൽ അറിയാമല്ലോ. അമേരിക്ക സൂപ്പർ പവർ ആണ്, അതാണ് ഇതാണെന്നൊക്കെ. വന്നു കണ്ടു കഴിഞ്ഞാൽ അങ്കിൾ എന്തെങ്കിലും ഒരു മനസ്സിൽ കണ്ട രൂപം അല്ലാന്ന് തോന്നിയ എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് അങ്കിളിന്റെ ചിന്തയിലുണ്ടായിരുന്നു? ഇല്ല, അങ്ങനൊന്നും തോന്നിയില്ല. ഇപ്പൊ നമുക്ക് തോന്നുന്നത് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇവിടെ വളരെ കൂടുതലാന്ന് നമ്മൾ ഐ റീഡ് എ ലോട്ട്, അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വ്യത്യാസം ഒന്നും തോന്നിയിട്ടില്ല എനിക്ക്. നമ്മളൊക്കെ ദുബായ് ദുബായ് ജീവിച്ചോണ്ടായിരിക്കും ചിലപ്പോ. നമ്മള് നാട്ടിൽ നിന്നല്ലല്ലോ, ഡയറക്റ്റ് അവിടെ ഇത്ര നാൾ ജീവിച്ചിട്ട് ഇവിടെ വരുമ്പോ പിന്നെ doesn't make much ഗൾഫുമായിട്ട് of a നമുക്ക് difference. നോക്കാനൊക്കെ നമ്മുടെ ഇവിടുത്തെ ബാത്റൂം ആണെങ്കിലും ദുബൈയിലെ ബാത്റൂം ആണെങ്കിലും എല്ലാ ബാത്റൂമും എവറിത്തിങ് ഇസ് സെയിം, എവറിത്തിങ് ഇസ് സെയിം. നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ വരുവാണെങ്കിൽ ഒരു വ്യത്യാസം വരും. വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതേ ഉള്ളൂ, നമ്മള് Costly ആണെന്ന് തോന്നിയിട്ടുണ്ടോ? കോസ്റ്റ്ലി ആണ്. ഒത്തിരി കോസ്റ്റ്ലി ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അതിപ്പോ ഐ എം നോട്ട് സ്പെൻഡ് എ സിംഗിൾ ഡോളർ. മൈ സൺ ഈസ് ഡൂയിങ് ദാറ്റ്. അതുകൊണ്ട് അതുകൊണ്ട് തോന്നുന്നു. അറിയത്തില്ല, അതുകൊണ്ടോ. ഞങ്ങളങ്ങനെ വി വെന്റ് ടു സെന്റ് ആന്റോണിയോയിൽ പോയായിരുന്നു, ഡാസ കാണാൻ പോയി. ആക്ച്വലി വി വാണ്ടഡ് ടു ഗോ ടു ന്യൂയോർക്ക്. ന്യൂയോർക്ക് ആൻഡ് കണക്ട് ന്യൂയോർക്ക് ആൻഡ് കണക്ടിക്കറ്റ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഒത്തിരി കണക്ഷൻസ് ഉണ്ട്. Relations ഉണ്ടായിരുന്നു. മോൻ പഠിച്ച മോൻ പഠിച്ചത് അവിടെയാണ്. പിന്നെ ആ കണക്ടിക്കറ്റ് CSA പള്ളിയിലെ വലിയ ഒത്തിരി മെമ്പേഴ്സിന് ഞങ്ങൾക്ക് ആയിട്ട് നല്ല കണക്ഷനാണ്. അവരെല്ലാം പോയി കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. വലിയ പക്ഷെ മനുഷ്യൻ. അവിടുത്തെ വില്യം അച്ഛന്, പ്രത്യേകിച്ച് വില്യം അച്ഛന്റെ മോന്, ഇവരുമായിട്ടെല്ലാം നല്ല കണക്ഷനാണ്. പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ തണുപ്പാണ്, ഇപ്പോഴും നടപ്പാണ്. തണുപ്പാണ്. ആ തണുപ്പ് ഇവിടുത്തെ കുറഞ്ഞിട്ടില്ലല്ലോ. ആ പക്ഷെ അവിടുത്തെ തണുപ്പ് ഇറ്റ്സ് നോട്ട് അഡ്വൈസബിൾ ടു ഗോ ദെയർ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് ഇപ്പോഴത്തേക്ക് ക്യാൻസൽ ചെയ്യുന്നു. Maybe next time, if God willing, we'll come, we'll go there also. Thank you, Alex ചേട്ടാ. എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകരോട്? ഇത്രേ ഉള്ളൂ. ഇവിടെ ദൈവം വന്ന് കഴിഞ്ഞ അമേരിക്ക എന്ന് വന്ന് കാണുന്നതല്ല, അതെ. ജീവിതത്തിലൊരു ഒരു തവണയെങ്കിലും ഒന്ന് വന്ന് കാണണം. ഓക്കെ, ഒന്ന് വന്ന് കണ്ടു കേട്ട് പോകുന്നത് നല്ലതാണ്. എല്ലാത്തിനും പിന്നെ ദൈവം സഹായിക്കണം. എല്ലാത്തിനും ദൈവം സഹായിക്കണം, അല്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല ജീവിതത്തില്. അതെ. അപ്പൊ താങ്ക് യു അലക്സ് ചേച്ചി. ഓക്കെ, സാധിച്ചത് ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സംസാരിച്ചതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു.